ശ്രീ ഉമ്മൻചാണ്ടി സൗണ്ട് ഈ തെരഞ്ഞെടുപ്പും ഭരണത്തിൻ്റെ വിലയിരുത്തലാകും എന്ന് ഞാൻ പ്രചരണത്തിൻ്റെ തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നു. അത് എൻ്റെ ഒരു വിശ്വാസമാണ്. ഞാൻ എല്ലാ തിരഞ്ഞെടുപ്പിലും അത് പറഞ്ഞിരുന്നു. കാരണം അധികാരത്തിലിരിക്കുന്ന കക്ഷിക്ക് പ്രത്യേകിച്ച് ജനങ്ങളുടെ പ്രതികരണങ്ങൾ, ഗവൺമെൻറ്റിനോടുള്ള സമീപനങ്ങൾ ഒക്കെ മനസ്സിലാക്കുന്നതിനുള്ള ഒരവസരം, എവിടെങ്കിലും പോരായ്മയുണ്ടോ എന്ന് അറിയുന്നതിനുള്ള സാഹചര്യം, അത് പ്രയോജനപ്പെടുത്തുക എന്നത് ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഭരണം കൂടുതൽ സുതാര്യമാകുന്നതിനും ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുന്നതിനും സഹായിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇതിനു മുമ്പ് നടന്ന 4 തെരഞ്ഞെടുപ്പിലും ഞാൻ ഇതേ അഭിപ്രായം തുറന്നു പറയുകയും എനിക്ക് തുടർന്നുള്ള ഗവൺമെൻറ്റിൻ്റെ നയങ്ങളിലും പരിപാടികളിലും ഒക്കെ ഏറ്റവും കൂടുതൽ പ്രയോജനകരം ആകുകയും ചെയ്തതാണ്. കാരണം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഞാൻ സജീവമായിട്ടുണ്ട്, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കാര്യം തന്നെയാണ്. എനിക്കത് കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പിനും ജനങ്ങൾ UDF അനുകൂലമായിട്ടാണ് വിധിയെഴുത്ത് നടത്തിയത്. അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്രാവശ്യത്തെ വിധിയെഴുത്ത്. ഞങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്, കാരണങ്ങളെക്കുറിച്ച് പഠിക്കും, അത് പരിശോധിക്കും. അത് പാർട്ടി തലത്തിൽ, മുന്നണി തലത്തിൽ, ഗവൺമെൻറ് തലത്തിൽ ആവശ്യമായ തിരുത്തലുകൾ സ്വീകരിക്കും. ആ കാര്യങ്ങളിൽ UDF ഒരു സമീപനമുണ്ട്. ജയിക്കുന്ന തിരഞ്ഞെടുപ്പിനെ മാത്രം മാനിക്കുന്ന സമീപനമല്ലത്. ജയിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് തോക്കുന്ന തിരഞ്ഞെടുപ്പിൽ. അപ്പം ഈ ജനവിധി അംഗീകരിക്കുന്നു. ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ച്, അതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചെല്ലാം പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ യഥാസമയം പാർട്ടി തലത്തിലും, മുന്നണി തലത്തിലും, ഗവൺമെൻറ് തലത്തിലും സ്വീകരിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ UDF ആകെ തകർന്നു എന്നൊക്കെയുള്ള രീതിയിൽ ചില വാർത്തകൾ, അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. UDF അടിത്തറയ്ക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. 2010 തിരഞ്ഞെടുപ്പുമായി തട്ടിച്ചു നോക്കുമ്പോൾ UDF കുറവുകൾ വന്നിട്ടുണ്ട്. വിജയത്തിൻ്റെ കാര്യത്തിൽ കുറവുകൾ വന്നിട്ടുണ്ട്. പക്ഷേ 2005 സ്ഥിതി നോക്കിയാൽ, അല്ലെങ്കിൽ ഇതുവരെ നടന്നിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ UDF പെർഫോമൻസ് നോക്കിയാൽ രണ്ടാമത്തെ പെർഫോമൻസാണ് ഇപ്രാവശ്യത്തത്. ഫസ്റ്റ് 2010, അത് കഴിഞ്ഞിട്ടുള്ള പെർഫോമൻസാണ് ഈ പ്രാവശ്യത്തത്. അപ്പം LDF തരംഗം എന്നൊക്കെ പറയുന്നുണ്ട്.
അങ്ങനെയാണ് ഇതിനേക്കാൾ കൂടുതൽ സീറ്റ് 2010 UDF നേടി. അന്നൊരാളും UDF തരംഗമെന്ന് പറഞ്ഞില്ല, UDF വിജയമെന്നേ പറഞ്ഞുള്ളൂ. അപ്പം ഇത് UDFിൻ്റെ ആത്മവിശ്വാസം അല്പം പോലും ചോർത്തുന്ന ഒരു റിസൾട്ടല്ല. പക്ഷേ ജനങ്ങളുടെ ഈ വിധി ഒരു മുന്നറിയിപ്പ് എന്ന പോലെ തന്നെ ഞങ്ങൾ എടുക്കും. അത് ഞങ്ങൾ ഉൾക്കൊള്ളും. അതനുസരിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങളും ജനങ്ങളുടെ സമീപനങ്ങളും മനസ്സിലാക്കി തന്നെ UDF തുടർന്നും പ്രവർത്തിക്കും. ജനപിന്തുണ അതിലൂടെ ആർജിക്കും എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. BJPയുടെ വിജയം അവരുയർത്തുന്ന വർഗീയത വളരെ ഗൗരവമായിട്ട് കാണേണ്ടതാണ്. മതേതരത്വത്തിന് ഉയർത്തുന്ന ഭീഷണി അതീവ ഗുരുതരമായി കാണേണ്ടതാണ്. പക്ഷെ അവരിന്ന് നേടിയ വിജയത്തെ അത്ര പ്രാധാന്യം ഞാൻ കാണുന്നില്ല. അത് താൽക്കാലികം മാത്രമാണ്. ഇപ്പം ഏറ്റവും വലിയ ഒരു അട്ടിമറി നേട്ടം തിരുവനന്തപുരം കോർപ്പറേഷനിലെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ രാജഗോപാൽ മത്സരിച്ചപ്പം ഇതിൻ്റെ ഇരട്ടിയിലധികം വാർഡുകളിൽ അവർക്ക് 1-ാം സ്ഥാനം ഉണ്ടായിരുന്നു. അന്ന് 1-ാം സ്ഥാനം നേടിയതിൻ്റെ പകുതി സീറ്റുകളെ ഇപ്പം നേടാൻ സാധിച്ചുള്ളൂ. അവരുടെ സമീപനത്തോട് ഒരു വിധത്തിലും യോജിപ്പില്ല. അതിനെ ശക്തമായി നേരിടും. അതേസമയം അവരുടെ ഈ തെരഞ്ഞെടുപ്പിലെ ആ ഒരു വിജയത്തിന് അതൊരു ഭയാനകമായി അല്ലെങ്കിൽ അത് ഒരു പുതിയ സംഭവവികാസം എന്നുള്ള നിലയിൽ കാണുന്നില്ല. UDF എന്നും ജനവികാരം മാനിച്ചാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാം അറിയാം, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പം 2 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു. എത്ര നാൾ ഈ ഗവൺമെൻറ് ഉണ്ടാകും എന്നായിരുന്നു മുഖ്യ ചർച്ചാ വിഷയം. പക്ഷെ 5 കൊല്ലം പൂർത്തിയാകുക. എന്തുകൊണ്ടാണ്? UDFിൻ്റെ ഐക്യവും ജനങ്ങൾ നൽകിയ പിന്തുണയുമാണ് ഈ ഗവൺമെൻറ്റിന് ഈ ചെറിയ ഭൂരിപക്ഷം വെച്ചുകൊണ്ട് ഒരു പ്രതിസന്ധിയുമില്ലാതെ ഇത് കാലാവധി പൂർത്തിയാക്കുന്ന സാഹചര്യത്തിലേക്ക് വരാൻ സാധിച്ചത്. ഞങ്ങൾക്കതുകൊണ്ട് ജനങ്ങൾ നൽകുന്ന വിശ്വാസമാണ്, ആത്മവിശ്വാസമാണ് UDFിനുള്ളത്. UDFിൻ്റെ ഐക്യം പൂർണ്ണമായും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിച്ച് മുമ്പോട്ട് നീങ്ങാം. 4 തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങളുടെ പിന്തുണ UDFിനൊപ്പമായിരുന്നു. പക്ഷേ പെട്ടെന്ന് വന്ന ഈ ഒരു മാറ്റം എന്തുകൊണ്ടാണ്? പ്രത്യേകിച്ച് രാഷ്ട്രീയ കാരണങ്ങളായാലും എന്താണ് പെട്ടെന്ന് തോന്നുന്ന കാരണങ്ങളുണ്ടാകും? പെട്ടെന്ന് കാണുന്ന കാര്യം ഇപ്പം എനിക്ക് അത് തുറന്നു പറയുന്നത് ശരിയല്ല. പാർട്ടിയിലാണ് അത് ചർച്ച ചെയ്യേണ്ടത്. പാർട്ടി ചർച്ച ചെയ്യും. അതിന് എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കാണും. അതാണ് പരിശോധിച്ചിട്ട് ഒരു ജനാധിപത്യ രീതിയിൽ ഞങ്ങളതിന് ആ കാരണങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. LDF തോറ്റപ്പോഴൊക്കെ പറഞ്ഞത് എന്താ? അത് പണം കൊടുത്ത് നേടിയ UDFിൻ്റെ വിജയമാണ്, പിന്നെ മദ്യം കൊടുത്തിട്ട് നേടിയ വിജയമാണ്. ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും സാധിക്കില്ല. കാരണം ഞങ്ങൾക്കും ഇത്രയധികം ആളുകൾ വോട്ട് ചെയ്തിട്ടില്ലേ. ഞങ്ങളൊരിക്കലും പറയത്തില്ല. ഞങ്ങളെ ആ തെരഞ്ഞെടുപ്പിൽ തോറ്റ ജനങ്ങളെ തോപ്പിച്ച ജനങ്ങളെ കുറ്റപ്പെടുത്താൻ ഞങ്ങളൊരിക്കലും തയ്യാറാകത്തില്ല. അപ്പം ഈ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. പിന്നെ അതിൻ്റെ കാരണം എന്താ? ഏത് സാഹചര്യമാണ്? അത് തിരുത്താൻ എന്താ മാർഗം? ഞങ്ങൾ അത് കണ്ടുപിടിക്കും, അത് തിരുത്തും, എന്നിട്ട് മുമ്പോട്ട് നീങ്ങും. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ മൂർധന്യ ഘട്ടത്തിലാണ് ബാർക്കോഴ വിവാദത്തിൽ ഒരു കോടതി വിധി വന്നത്. ആ വിധി പ്രഖ്യാപനം ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചു?
ഇതെത്ര മാസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്യൂവാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പുതിയതായിട്ട് വന്ന കാര്യമാണോ? അല്ല, ഏത് വിധി? കോടതി എന്ത് വിധി? കോടതി അത് ഇത് കേരളത്തിലെ ജനങ്ങളെല്ലാം മനസ്സിലാക്കുന്നവരാണ്. ഇത് എത്രയോ നാളുകളായി കേരള സമൂഹം ചർച്ച ചെയ്തതാണ്. അരുവിക്കര തിരഞ്ഞെടുപ്പിലെ മുഖ്യ ചർച്ചാ വിഷയമല്ലല്ലോ. മുഴുവൻ യോഗങ്ങളുടെയും മുഖ്യ പ്രസംഗ വിഷയം ഇതായിരുന്നില്ലേ? പിന്നെ LDFൻ്റെ എന്ത് സംഭവിച്ചു? അപ്പോൾ അതുകൊണ്ട് അതൊരു പുതിയ പ്രശ്നമൊന്നുമല്ല. അത് കേരളീയ സമൂഹം ധാരാളം ചർച്ച ചെയ്തു. അസംബ്ലിയിൽ എത്ര പ്രാവശ്യം, പുറത്ത് എത്ര പ്രാവശ്യം. പിന്നെ അരുവിക്കര തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തു. എന്നിട്ട് അരുവിക്കര തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും സ്വാധീനം അതിൻ്റെ പേരിലുണ്ടായോ? അപ്പം അത് പിന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞതുകൊണ്ട് മനസ്സിലാക്കിയാൽ മതി. ബിജെപിയുടെ വളർച്ചയുടെ കാര്യം CM പറഞ്ഞു, അത് താൽക്കാലികമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. പക്ഷേ അത് തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം BJPക്ക് വോട്ട് കൂടിയിട്ടുണ്ട്. ഈ BJPയുടെ അജണ്ടക്കെതിരെ അല്ലെങ്കിൽ വർഗീയത പ്രശ്നത്തിനെതിരെ കോൺഗ്രസ് അത് കൗണ്ടർ ചെയ്യുന്നതിൽ ഫലപ്രദമായില്ല എന്നൊരു വിമർശനം ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ CM BJPയായിട്ട് ബന്ധമുണ്ടെന്ന് വരെയുള്ള ആരോപണം വന്നു. ഇതൊക്കെ എങ്ങനെയാണ്? ഇതൊക്കെ ഇടതുപക്ഷത്തിന്റെ കള്ളത്തരങ്ങളല്ലേ? ജനങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇപ്പം പിന്നെ കേരള ഹൗസിലെ പിന്നെ ബീഫിൻ്റെ കാര്യവും സംബന്ധിച്ചുണ്ടായ വിവാദം എത്രമാത്രം വിവാദമാണ്. മുഖ്യമന്ത്രി പ്രതികരിച്ചില്ലെന്നാണ് പറയുന്നത്. എനിക്കിപ്പം അവർ ചെയ്യുന്നത് പോലെ പോയി ഡൽഹിയിലെ വഴി പോയി കുത്തിയിരിക്കാൻ പറ്റുമോ? ഞാൻ പ്രധാനമന്ത്രിയെ അറിയിക്കേണ്ട വിധത്തിൽ അറിയിച്ചു, പിന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ അറിയിച്ചു. അവരതിന് വളരെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തു. തെറ്റ് അവർ കണ്ടെത്തി. ഞാൻ ഉന്നയിച്ച നിയമപരമായ വശങ്ങൾ ശരിയാണ് എന്ന് ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് സമ്മതിച്ചിരിക്കുക. അവർ അതനുസരിച്ചുള്ള സർക്കുലർ പോലും ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിരിക്കുക. അപ്പം കേരളത്തിൻ്റെ വികാരം പ്രകടിപ്പിക്കുന്നതിൽ ഞാൻ ചെയ്യേണ്ട വിധത്തിൽ ചെയ്തു. പക്ഷേ അതൊരു ഇഷ്യൂ ആക്കി. എന്തിനാ? ഇതിനകത്ത് ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി ഇടതുപക്ഷം ശ്രമങ്ങൾ നടത്തി. BJPക്കെതിരായിട്ടുള്ള പോരാട്ടത്തെക്കുറിച്ച് ശ്രീ പിണറായി വിജയൻ്റെ ഇന്നും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഒന്നും എനിക്ക് പഠിക്കേണ്ട കാര്യമില്ല. കോൺഗ്രസ്സാണ് ഇന്ത്യയിൽ ഇന്ന് ആ സമരത്തിൽ മുന്നിൽ നിൽക്കുന്നത്. BJPക്കെതിരെ മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി പോരാടുന്നത് കോൺഗ്രസ്സാണ്. ഈ പറയുന്ന പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി എത്ര പ്രാവശ്യം ഇവരുടെ കൂടെ കൂടി? 77 തിരഞ്ഞെടുപ്പിൽ കൂടിയില്ലേ? 89 ഒന്നിച്ച് VP സിംഗിനെ അവിടെ ഉയർത്തി നിർത്തിയില്ലേ? അപ്പം BJPക്കെതിരായിട്ട് ഉള്ള കാര്യത്തിൽ കോൺഗ്രസ്സുകാരാരെയും പഠിപ്പിക്കാൻ മാർക്സിസ്റ്റുകാരായിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞ് ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞത്. അതല്ല പിന്നെ ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്നും അതിന് എന്തൊക്കെ മാർഗങ്ങളാണ്, എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്നും ഉള്ളത് ഞങ്ങൾ ചർച്ച ചെയ്യും. ആ കാര്യത്തിൽ കോൺഗ്രസ് എന്നും ഒരു ജനാധിപത്യ ശൈലിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ തോപ്പിച്ച ജനങ്ങൾക്കെതിരെ വാളെടുക്കുന്ന സമീപനം ഇന്ന് വരെ കോൺഗ്രസ് എടുത്തിട്ടില്ല, എടുക്കത്തില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോയാലും പെട്ടെന്ന് തിരിച്ചു വരാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ്. എനിക്കിപ്പം നമ്മൾ ഇതിൻ്റെ കാരണങ്ങളിലേക്ക് എനിക്ക് പരസ്യമായിട്ട് ഇറങ്ങി പറയാൻ പറയുന്നത് ഇപ്പം ഈ സാഹചര്യത്തിൽ ശരിയല്ല. കാത്തിരുന്ന് കാണുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറഞ്ഞു. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പല വാർഡുകളിലും BJP മുന്നിലെത്തിയാണ് തിരുവനന്തപുരത്ത്. പക്ഷെ അന്ന് ജയിച്ചത് കോൺഗ്രസ് ആണ്. പക്ഷെ ഇന്ന് പല വാർഡുകളിലും BJP ജയിച്ച ഒരു 34 വാർഡുകളിൽ 5 6 ഇടത്തും കോൺഗ്രസ് മാത്രം, അവിടെ 6 ഇടത്ത് മാത്രമേ 2ാം സ്ഥാനത്ത്, ബാക്കിയൊക്കെ 3ാം സ്ഥാനത്ത്, വളരെ താഴെ പോയിരിക്കുന്നു. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഞാനിപ്പം പഠിച്ചിട്ടില്ല. അവർ ജയിച്ച 23 വാർഡുകൾ CPM ജയിച്ച വാർഡുകളായിരുന്നു. കോൺഗ്രസിൻ്റെ 9 വാർഡുകളെ എടുത്തിട്ടുള്ളൂ. അതുകൂടി ഒന്ന് നോക്കണം.
ഞാൻ പറഞ്ഞത് അവർ CPM-ന്റെ വാർഡുകളാണ് അവർ പിടിച്ചെടുത്തിരിക്കുന്നത്. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കും. അവിടെ പക്ഷേ ഈ ജയിച്ചു എന്ന് പറയുന്ന വാർഡുകളിൽ ഇടതുപക്ഷത്തിന്റെ വോട്ടകളുണ്ട്. ശരിയല്ല. ഞാൻ എൻ്റെ കണക്കുണ്ട്, കണക്കെടുക്കാം. അത് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇത് ഞങ്ങൾ പ്രത്യേകമായി പരിശോധിക്കും. ജനാധിപത്യ ശൈലിയിൽ തന്നെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കും. തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുമ്പോട്ട് പോകും. അതൊക്കെ ആലോചിച്ചും ചർച്ച ചെയ്തും എടുക്കേണ്ട തീരുമാനങ്ങളാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ സൂചകമായിരിക്കും. അത് ജോൺ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതി. പറഞ്ഞിട്ടുണ്ട്. ഈ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ ശരിക്കും രാജിവെക്കേണ്ടതല്ലേ? മുമ്പ് 94 ഇതുപോലെ AK ആന്റണിയെ രാജിവെപ്പിച്ചതല്ലേ? അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് AK ആന്റണി മുഖ്യമന്ത്രി AK ആന്റണി രാജി ആവശ്യപ്പെട്ടു. എന്താ ഈ പറയുന്നത് നിങ്ങൾ? അന്നത്തെ ഒന്നും ഒരു വിവരവും ഇല്ല അല്ലേ? അന്നത്തെ സാഹചര്യങ്ങളൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു തരാം. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് കാര്യങ്ങൾ മുമ്പോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അന്നത്തെ സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാൻ മേലാത്ത ഞാൻ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരുപാട് സഭകൾ ഇപ്പം വരുന്നുണ്ട്. തിരുവനന്തപുരം, തൃശ്ശൂരാണ്. അവിടെ കോൺഗ്രസിന്റെ ഒരു പൊതു സമീപനം എന്തായിരിക്കും? അത് മുഖ്യ ശത്രു അല്ലെങ്കിൽ BJP ആണോ, ഇടതാണോ, എങ്ങനെയാണ്? അതല്ല, ഇപ്പം അവിടെ ഭൂരിപക്ഷ പ്രകാരം കാര്യങ്ങൾ നടക്കണം. അതാണ് കോൺഗ്രസിൻ്റെ സമീപനം. കോൺഗ്രസ് ഒരു കാരണവശാലും ഈ BJP ആയിട്ടോ UDF ഇതര കക്ഷികളുമായിട്ടോ ബന്ധപ്പെടുന്ന ഒരു സമീപനമായിരിക്കത്തില്ല ഇന്ന് സ്വീകരിച്ചിട്ടുള്ളത്. അതൊക്കെ പാർട്ടി ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. നമ്മൾ ഇതിനകത്ത് ഇപ്പം ഈ തെരഞ്ഞെടുപ്പിലും എടുത്തിരുന്ന സംഗതി ഇതാണ്. ഒരു കക്ഷിയും BJP ആയിട്ട് ഒരു ബന്ധവും പാടില്ല. അതുപോലെ തന്നെ UDF ഇതര കക്ഷികളുമായിട്ടും പാടില്ല എന്നെടുത്തിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ നിർണായകമായ തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് വിമതരായി മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. അവരുടെ സഹായത്തോടു കൂടി എവിടെയെങ്കിലും ഭരണം നേടാനായിട്ട് കോൺഗ്രസ് പാർട്ടി ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. അത് പാർട്ടി ആലോചിച്ച് തീരുമാനമെടുക്കും. എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കുന്നില്ല. അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളും തിരുവനന്തപുരത്ത് ഒരു മന്ത്രി ഉൾപ്പെടെയുള്ളവര് സീറ്റുകൾ പങ്കിട്ടെടുക്കായിരുന്നു എന്നൊരു ആരോപണമുണ്ട് കോൺഗ്രസിനുള്ളിൽ തന്നെ. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ഒരു ആരോപണത്തിന് ഞാൻ അംഗീകരിക്കണോ? അതൊക്കെ മനസ്സിലാവും. BJP ജയിച്ച 30 സ്ഥലങ്ങളിലും കോൺഗ്രസ് മൂന്നാമതായി. അതുപോലെ തന്നെ കോൺഗ്രസ് ജയിച്ചിട്ടുള്ള 20 സ്ഥലങ്ങളിലും BJP മൂന്നാമതായി. അപ്പോൾ ഇത്തരത്തിലൊരു കോൺഗ്രസ് BJP ടൈപ്പാണ് അവിടങ്ങളിൽ നടന്നത് എന്നൊരു ആക്ഷേപം. BJP ആയിട്ട് കോൺഗ്രസ് ഒക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമോ? അന്ന് കോൺഗ്രസ് അല്ലാതെ ആകത്തില്ലേ. അതുകൊണ്ട് അങ്ങനെ ഒരു ഇതിനെക്കുറിച്ച് നോക്കണ്ട. അതേസമയത്ത് ഈ CPM-കാരാരാ? നിങ്ങൾ അവരോടൊന്നും ചോദിക്കാത്ത എന്താ ഈ ചോദ്യം? അവർ 77 ഒന്നിച്ച് ഒരു സ്റ്റേജിൽ പ്രസംഗിച്ച് വോട്ട് ചെയ്ത് മേടിച്ചവരാ. അന്ന് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ എനിക്കെതിരായിട്ടുള്ള സ്റ്റേജിൽ
വരുന്നത് രണ്ട് കൂട്ടരുടെയാണ് ഒന്നിച്ച. അല്ല, കേരളത്തിൽ ഇങ്ങനത്തെ സഖ്യം UDF ഉണ്ടാക്കിയ KG മാരാറിനെ എഴുതിയിട്ടുണ്ട്. ഏത് ഇത് കേരളത്തിൽ എല്ലാവരും കണ്ടിട്ടുള്ളതല്ലേ, എല്ലാവരും ഇതായിട്ടുള്ളത്. എല്ലാവരും കണ്ടതാ. ആ എവിടെ എന്ത് കണ്ടു? ബേപ്പൂര് വടകര. ഇല്ല. ബേപ്പൂര് വടകര. ഒരു ഐക്യവും KG മാർ ഈ അടുത്ത് CP മുകുന്ദൻ അത് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വിധത്തിലുള്ള ഐക്യവും ഒരു ധാരണയോ ഒരു സ്റ്റേജിലും കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കാൻ പറ്റില്ല. അത് കോൺഗ്രസ് അല്ലാതെയാകും, യാതൊരു സംശയവും വേണ്ട. ഈ അരുവിക്കര തന്നെ പഠിക്കുമ്പോൾ BJP 2ാം സ്ഥാനത്ത് വരുന്ന താങ്കൾ പ്രസംഗിച്ചു. അതിന്റെ ഒരു തിരിച്ചടിയാണോ ഇപ്പൊ ഇവിടെ കിട്ടിയിട്ടുള്ളത്? എവിടെ? തിരുവനന്തപുരത്ത് ഇപ്പൊ നിങ്ങൾ 3ാം സ്ഥാനത്താണല്ലോ വന്നിട്ടുള്ളത്. എവിടെ 3ാം സ്ഥാനം? നഗരസഭയിൽ എന്തുകൊണ്ടാണ് പാർട്ടി മെഷീനറി ഒട്ടും പ്രവർത്തന സജ്ജമല്ലാതെ പോയത്? അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടാവും. അരുവിക്കരയിൽ CM പറയണ്ടായി, ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു, UDF-ഉം കോൺഗ്രസും വലിയ നല്ല രീതിയിൽ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് കിട്ടിയത്. എന്തുകൊണ്ടാണ് ഇവിടെ പാർട്ടി മെഷീനറി അങ്ങനെ പ്രവർത്തിക്കാതിരുന്നു? അതാണ് ഞാൻ പറഞ്ഞില്ല, അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. എവിടെയെങ്കിലും അങ്ങനെ ഇതായി വന്നിട്ടുണ്ടോ? പൊതുവെ പ്രചരണ രംഗത്തൊക്കെ വളരെ സജീവമായും നല്ല ഒരു ട്രെൻഡുമായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്കിവിടെ പറയാൻ പറ്റുകയില്ല. അതിപ്പം പറയാനൊക്കത്തില്ല. ഈ മന്ത്രിസഭയിലെ അംഗങ്ങളെല്ലാം ഇതേ രീതിയിൽ തന്നെ. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമാണ് കണ്ടത്. തിരിച്ചടിയുടെ കാരണം തുറന്നു പറയാനാകില്ലെന്ന് മുഖ്യമന്ത്രി. പാർട്ടി ഭരണ മുന്നണി തലങ്ങളിൽ പരിശോധന നടത്തും. സർക്കാരിൻ്റെ പ്രകടനത്തിൻ്റെ വിലയിരുത്തലാകും തെരഞ്ഞെടുപ്പ് ഫലം എന്ന മുഖ്യമന്ത്രിയുടെ മുൻ പ്രസ്താവനയെ അദ്ദേഹം ന്യായീകരിച്ചു. തൻ്റെ ഭരണത്തെക്കുറിച്ച് എന്താണ് ജനങ്ങൾ കരുതുന്നത് എന്നറിയാൻ വേണ്ടിയുള്ള ശ്രമമാണ് ആ പ്രസ്താവനയ്ക്ക് പിന്നിൽ എന്ന് വിശദീകരിച്ചു പോവുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. UDF-ൻ്റെ അടിത്തറ ഇളകിയിട്ടില്ല. LDF തരംഗമല്ല ഉണ്ടായത്, വിജയം മാത്രമെന്ന് പറയാനാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. BJP-യുടേത് വിജയം എന്ന് അദ്ദേഹം പറഞ്ഞു, പക്ഷേ അത് നിലനിർത്താനാകില്ല എന്നും ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ബാർ കോഴയിലെ വിധിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് തനി ഉമ്മൻചാണ്ടി ശൈലിയിലുള്ള മറുപടിയാണ് ഉണ്ടായിട്ടുള്ളതും അതിനെക്കുറിച്ച് കൃത്യമായി പ്രതികരണം ഉണ്ടായിട്ടില്ല. ഇടവേളയ്ക്ക് മുമ്പ് ഇത്രയും കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇടവേളയ്ക്ക് ശേഷം ഇതിൻ്റെ വിലയിരുത്തൽ ഉണ്ടാകും. അതിഥികൾ തുടരുന്നു.